തുടർന്ന് നിർമ്മാണ മേഖല പ്രതിസന്ധിയിലായി. കുട്ടികൾ രാവിലെ സ്കൂളിലേക്ക് പോകുമ്പോഴും വൈകിട്ട് മടങ്ങുമ്പോഴുമുള്ള 1 മണിക്കൂർ സമയം ടിപ്പറുകൾ ഓടരുതെന്നായിരുന്നു ഇതുവരെയുള്ള നിർദ്ദേശം. ചില ജില്ലകളിൽ 1 മണിക്കൂറാണെങ്കിൽ മറ്റു ചിലയിടങ്ങളിൽ 1.5 മണിക്കൂറായി ജില്ലാ കളക്ടർമാർ ഇത് ഉയർത്തിയിരുന്നു. ടിപ്പറുകൾ ഓടുന്നതിനുള്ള നിയന്ത്രണം കളക്ടർമാർ നിർദ്ദേശമായിട്ടായിരുന്നു ഇതുവരെ നൽകിയിരുന്നത്. ഇതിലെ അപാകത ഹൈക്കോടതി ചൂണ്ടിക്കാട്ടിയപ്പോൾ സർക്കാർ ഉത്തരവ് പുറത്തിറക്കി. ഇതിൽ രാവിലെയും വൈകിട്ടുമുള്ള 1 മണിക്കൂർ എന്നത് 2 മണിക്കൂറായി വർദ്ധിപ്പിച്ചുകൊണ്ടാണ് ഉത്തരവ് പുറത്തിറങ്ങിയത്. 8 മണിക്കൂർ ജോലി സമയം നിശ്ചയിച്ചിട്ടുള്ള സംസ്ഥാനത്ത് പകൽ സമയം 4 മണിക്കൂർ ടിപ്പറുകൾ ഓടാതെ കിടക്കുകയും ഉച്ചയ്ക്ക് വിശ്രമത്തിനുള്ള സമയം 1 മണിക്കൂർ കൂടി ഡ്രൈവർമാർ എടുക്കുകയും ചെയ്യുമ്പോൾ ഫലത്തിൽ 3 മണിക്കൂർ ജോലി മാത്രമായി മാറുന്നു. ഇത് ക്രഷർ വ്യവസായത്തെയും ടിപ്പർ ലോറികളുടെ ഓട്ടത്തെയും പ്രതികൂലമായി ബാധിച്ച സാഹചര്യത്തിലാണ് ടിപ്പർ ലോറി ക്രഷർ യൂണിറ്റ് ഉടമകൾ സമരരംഗത്തിറങ്ങിയത്. കഴിഞ്ഞ വർഷങ്ങളിൽ 1 മണിക്കൂർ വീതം വിലക്കുണ്ടായിരുന്നു സ്കൂൾ സമയത്ത് ടിപ്പറുകൾ ഓടിക്കുന്നതിലേക്ക്. എന്നാൽ 2013 ജനുവരി 1 മുതൽ 1 മണിക്കൂർ എന്നുള്ള സമയം 2 മണിക്കൂറാക്കുകയും രാവിലെയും വൈകിട്ടും 2 മണിക്കൂർ വീതം നിയന്ത്രണം ഏർപ്പെടുത്തുകയും ചെയ്തിട്ടുള്ളതാണ്. 8 മണിക്കൂർ ശമ്പളം കൊടുത്തു നിർത്തുന്ന ഒരു ഡ്രൈവർ കേവലം 4 മണിക്കൂർ മാത്രമേ അദ്ദേഹത്തിന്റെ സേവനം നമുക്ക് ലഭിക്കുകയുള്ളൂ. ഈ സാഹചര്യത്തിൽ ഇവിടുത്തെ ടിപ്പർ വ്യവസായം മുൻപോട്ട് കൊണ്ടുപോകാനായിട്ട് കഴിയാത്തൊരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിൽ നിൽക്കുന്നത്. റോഡ് പണികൾക്ക് പറ്റിയ അനുകൂല കാലാവസ്ഥയിൽ സമരം നീളുന്നത് നിർമ്മാണ മേഖലയ്ക്ക് കനത്ത നഷ്ടമാണ് ഉണ്ടാക്കുന്നത്. ഈ സാഹചര്യത്തിൽ ലോറി സമരം തീർക്കാൻ അടിയന്തര നടപടി ആവശ്യമാണ്. സംസ്ഥാനത്ത് ടിപ്പർ ലോറികൾ പണിമുടക്ക് ആരംഭിച്ചിട്ട് 11 ദിവസം പിന്നിട്ട് കഴിഞ്ഞു. കേരളത്തിലെ നിർമ്മാണ പ്രവർത്തനങ്ങളെല്ലാം തന്നെ സ്തംഭിച്ചിരിക്കുകയാണ്. ക്യാമറമാൻ ബിനോജ് പേഴുമ്പാറയ്ക്കൊപ്പം ഹരി രന്തൂർ, സൂര്യ ന്യൂസ്, പത്തനംതിട്ട. തിരുവനന്തപുരത്ത് വീണ്ടും ഷവർമ്മയിൽ നിന്നും